വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 16-18 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് വരും. അപ്പോ ഇത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് മിസ്സിന്റെ കയ്യിലുള്ളത്. എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ. ബ്രേസ് യുവർ സെൽസ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഗിവൺ ബിലോ. ഒരു ഓർഗാനിക് സംയുക്തം നൽകിയിട്ടുണ്ട്. അപ്പൊ നല്ലോണം ഒന്ന് നോക്കിക്കോളാം. പിക്ക് ഔട്ട് ദ സ്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദ ഗിവൺ കോമ്പൗണ്ട്. അപ്പൊ ഇതിനെ സംബന്ധിച്ചിട്ട് ശരിയായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഇതൊരു സാറ്റുറേറ്റഡ് കോമ്പൗണ്ട് ആണ്, ഒരു പൂരിത സംയുക്തമാണ്. ശരിയാണോ? നോക്കിക്കേ, ഈ കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഒരു ദ്വിബന്ധനമുണ്ട്. ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അത് സാറ്റുറേറ്റഡ് അല്ല, അത് അൺസാറ്റുറേറ്റഡ് ആണ്, അപൂരിത ഹൈഡ്രോ കാർബൺ ആണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത്, ദ ജനറൽ ഫോർമുല ഈസ് CnH2n. അപ്പൊ നമുക്കറിയാം കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് മാത്രമാണെങ്കിൽ ആൽക്കെയിൻ ആണ്. ആൽക്കെയിനിന്റെ ജനറൽ ഫോർമുല വരുന്നത് എങ്ങനെയാ മക്കളെ? ആൽക്കെയിൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n+2 ആയിരിക്കും. ഇനി കാർബൺ ഡബിൾ ബോണ്ട് വന്നാൽ, ദ്വിബന്ധനം വന്നാൽ അത് ആൽക്കീൻ ആണ്. ആൽക്കീനിന്റെ ജനറൽ ഫോർമുല അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സമവാക്യം എന്ന് പറയുന്നത് CnH2n. ഇനി ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം വന്നു കഴിഞ്ഞാൽ അത് ആൽക്കൈനായി. ആൽക്കൈന്റെ ജനറൽ ഫോർമുല CnH2n-2. സോ ഇവിടെ തന്നിട്ടുള്ളത് ഒരു ഡബിൾ ബോണ്ട് ഉള്ള ആൽക്കീൻ ആണ്. അപ്പോൾ ജനറൽ ഫോർമുല CnH2n ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ആൽക്കീൻ ആണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇതൊരു ആൽക്കീൻ ആണ്, അത് കറക്റ്റ് ആണ്. ഇനി ഇതിന്റെ IUPAC നെയിം ഹെക്സ്-4-ഈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അൺസാറ്റുറേറ്റഡ് കോമ്പൗണ്ടുകൾക്ക് പേര് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കണം, സ്ഥാനസംഖ്യ കൊടുക്കണം അല്ലെ. 1 2 3 4 5 6. ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യുമ്പോൾ ഫോർത്ത് കാർബണിനോട് ചേർന്നിട്ടാണ് ഡബിൾ ബോണ്ട്. തിരിച്ചു ചെയ്താലോ 1 2 3 4 5 6. തിരിച്ചു ചെയ്യുമ്പോൾ സെക്കൻഡ് കാർബൺ ചേർന്നിട്ടാണ് ദ്വിബന്ധനം. സോ നമുക്കറിയാം ചെറിയ നമ്പർ ആണ് പൊസിഷൻ നമ്പർ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. 4ഉം 2ഉം വന്നാൽ 2വിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അല്ലേ. സോ ഇത് ഹെക്സ്-4-ഈൻ അല്ല, ഹെക്സ്-2-ഈൻ ആണ്. അപ്പോൾ ഡി തെറ്റാണ്, എന്നാൽ എഫ് ശരിയാണ് അല്ലെ. ഡി എന്ന് പറയുന്നത് ഇത് ഹെക്സ്-4-ഈൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, തെറ്റാണ്. ഇതിന്റെ നെയിം ഹെക്സ്-2-ഈൻ ആണ്. ആദ്യം വേർഡ് റൂട്ട് പറയുക, ഹൈഫൺ ഇട, പൊസിഷൻ നമ്പർ കൊടുക്കുക, ഹൈഫൺ ഇട. ആൽക്കീൻ ആണെങ്കിൽ ഈൻ എന്ന് ചേർക്കുക, ആൽക്കൈൻ ആണെങ്കിൽ YNE ചേർക്കുക അല്ലെ. അപ്പൊ ഹെക്സ്-2-ഈൻ എന്ന് വരും. ഇനി സിമിലർ വിത്ത് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് സൈക്ലോഹെക്സെയിൻ. സൈക്ലോഹെക്സെയിൻ എന്ന് പറയുന്ന ആളുടെ മോളിക്കുലാർ ഫോർമുല തന്മാത്ര വാക്യത്തോട് സാമ്യമുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവന്റെ തന്മാത്ര സൂത്രം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 1 2 3 4 5 6. 6 കാർബൺ, 3 5 9 7 8 9 12 ഹൈഡ്രജൻ, C6H12 ആണ്. സൈക്ലോഹെക്സേൻ എന്ന് പറയുമ്പോൾ ദാ ഇങ്ങനെ 6 കാർബൺ ആറ്റങ്ങൾ ലിങ്ക് ചെയ്തുണ്ടാവുന്ന ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു ആലിസൈക്ലിക് കോമ്പൗണ്ട് ആണ് അല്ലെ. നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഇതിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. സൈക്ലോഹെക്സെയിൻ ആണ്. ഇത് സൈക്ലിക് ആണെന്നേ ഉള്ളൂ, എല്ലാ കാർബൺ ആറ്റങ്ങൾക്കും ഇടയിലും സിംഗിൾ ബോണ്ട്, ബിക്കോസ് ഹെക്സെയിൻ ആണ്, ആൽക്കെയിൻ ആണ്, ഏകബന്ധനം മാത്രമാണ്. അപ്പൊ നമുക്ക് ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. CH2 എല്ലാ കാർബണും 2 ബോണ്ട് വീതമാണ് ഫോം ചെയ്തിട്ടുള്ളത്. CH2. ഇപ്പൊ ഇവന്റെ മോളിക്കുലാർ ഫോർമുല എഴുതിക്കേ. 1 2 3 4 5 6 കാർബൺ, 2 4 6 8 10 12 ഹൈഡ്രജൻ. അപ്പൊ ഇത് കറക്റ്റ് ആണ് അല്ലെ. സൈക്ലോഹെക്സൈന്റെ തന്മാത്ര സൂത്രത്തോട് സിമിലർ ആണ്. സിമിലർ വിത്ത് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് സൈക്ലോഹെക്സൈൻ. അപ്പൊ ഇവിടെ BA-CA-EA-F ഇതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ അൺസാറ്റുറേറ്റഡിനെ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് പഠിച്ചു. അടുത്തതിലേക്ക് പോവാം. 2 ഓർഗാനിക് സംയുക്തങ്ങളുടെ ഘടന തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദീസ് ടു? വാട്ട് ഈസ് ദിസ് ഫിനോമിനൻ നോൺ ആസ്? ഇവ 2 പേരും തമ്മിലുള്ള സിമിലാരിറ്റി ഉണ്ട്. അപ്പൊ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ഇവരുടെ മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്രാ സൂത്രം കണ്ടെത്താം. 1 2 3 3 കാർബൺ, 3 5 7 8 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ, C3H8. രണ്ടാമത്തെ കോമ്പൗണ്ടിൽ 1 2 3 കാർബൺ, 3 5 8 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. നോക്കിക്കേ, 2 പേരും ഒരു സിമിലാരിറ്റി ഉണ്ട്. എന്താ സിമിലാരിറ്റി? ഇവരുടെ സിമിലാരിറ്റി എന്ന് പറയുന്നത് സെയിം ആയിട്ടുള്ള മോളിക്കുലാർ ഫോർമുല. ശരിയല്ലേ? 2 പേരുടെയും തന്മാത്രാ സൂത്രം
ഒരുപോലെ, ഒരേ തന്മാത്രാ സൂത്രം. ഇതാണ് അവരുടെ സിമിലാരിറ്റി. ഇവരുടെ രണ്ടുപേർക്കും സാമ്യമുള്ളത് എന്താ? സന്മാത്രാ സൂത്രം ഒരുപോലെയാണ് അല്ലെ. ഏത് ഫിനോമിനാണിത്? ഒരേ മോളിക്കുലാർ ഫോർമുല വന്നാൽ, ഡിഫറെന്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വന്നാൽ ഐസോമെറിസം. അപ്പൊ ഈ ഫിനോമിനൻ അറിയപ്പെടുന്നത് ഐസോമെറിസം. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക ഗുണങ്ങളുമാണെങ്കിൽ ഐസോമെറിസം എന്നാണ് ആ ഫിനോമിനൻ അല്ലെങ്കിൽ ആ പ്രതിഭാസം അറിയപ്പെടുന്നത്. ഇനി റൈറ്റ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ദീസ് ഈസ് ദെയർ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം. രണ്ടുപേരുടെയും രാസഗുണങ്ങൾ ഒരുപോലെയാണോ? എന്താ റീസൺ? രണ്ടുപേരുടെയും കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒരുപോലെയാണോ? നോ അല്ലേ? നോ അല്ല. എന്തുകൊണ്ടാ? ഒന്നാമത്തെ കോമ്പൗണ്ടിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. അതായത് കോമ്പൗണ്ട് 1 എന്ന് പറയുന്നത് ഒരു ആൽക്കഹോൾ ആണ് അല്ലെ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലേ വന്നത്, OH അല്ലേ. സോ അതൊരു ആൽക്കഹോൾ ആണ്. രണ്ടാമത്തെ കോമ്പൗണ്ട് എടുത്താൽ അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പ്. നടുവിലായിട്ട് ഒരു ഓക്സിജൻ നെഞ്ചും വിരിച്ചിങ്ങനെ നിൽക്കുക. ഈഥർ ലിങ്കേജ് ഉണ്ട്. അതായത് ഇവിടെ ആൽക്കോക്സി ഗ്രൂപ്പ് ആണ്, ഈഥർ ആണ്. സോ രണ്ട് പേരുടെയും ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ് അല്ലെ. ഇവർ രണ്ടുപേരും ഫങ്ഷണൽ ഐസോമർ ആണ്. അപ്പോ സെയിം മോളിക്കുലാർ ഫോർമുല, ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഒരേ തന്മാത്ര സൂത്രം എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ ഇവർ ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് ഇവർക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഇവർ രണ്ടുപേരും രണ്ടാൾക്കാരാണ്. ഒരാൾ ആൽക്കഹോൾ ആണെങ്കിൽ മറ്റേ ആൾ ഈഥർ ആണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരേ രാസഗുണം വരുന്നത്? അടുത്തത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നാണ് ചീളി ചോദ്യം അല്ലെ. ഒന്നാമത്തെ ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, OH ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഇതിലേത് ആൽക്കോക്സി ഗ്രൂപ്പ്. അത് കറക്റ്റ് ആയിട്ട് എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പുകളെയും കണ്ടാൽ തിരിച്ചറിയാൻ എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യം എന്താ? ഒരാൾക്കാരെ തന്നിട്ടുണ്ട്. ഒരു അൺസാറ്റുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, ഒരു അപൂരിത ഹൈഡ്രോ കാർബൺ തന്നിട്ടുണ്ട്. To which homologous series this compound is a member? ഈ സംയുക്തം ഏത് ഹോമോലോഗസ് സീരീസിലെ മെമ്പർ ആണെന്നാണ്. എൻ്റെ കുട്ടികൾ നോക്കിക്കേ. ഇവിടെ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, ഒരു ത്രിബന്ധനമുണ്ട്. ട്രിപ്പിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അയാൾ ആരാ? ട്രിപ്പിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അതൊരു ആൽക്കൈനാണ്. ആരാണ് മക്കളെ? അയാളൊരു ആൽക്കൈനാണ്. ഇനി റൈറ്റ് ദ ജനറൽ ഫോർമുല റെപ്രസെന്റിങ് ദിസ് ഹോമോലോഗസ് സീരീസ്. ആൽക്കൈനുകളുടെ ജനറൽ ഫോർമുല എന്താ? വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു തന്നതാ. CnH2n-2. ഇതാണ് പൊതുവായിട്ടുള്ള സമവാക്യം. അടുത്തത് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് മെമ്പർ സക്സസീവ് ടു ദിസ് കോമ്പൗണ്ട്. ഈ തന്നിട്ടുള്ള സംയുക്തത്തിന്റെ തൊട്ടടുത്ത് വരുന്ന ആള്, ഇത് കഴിഞ്ഞിട്ടുള്ള ആളാണ് അല്ലെ. സോ ഇവിടെയുള്ള ആളെ നോക്കിക്കേ എൻ്റെ കുട്ടികള്. ഈ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ 1, 2, 3, 4, 5 കാർബൺ ആറ്റമാണ്. തൊട്ടടുത്ത ആളെന്ന് പറയുമ്പോൾ 6 കാർബൺ ആറ്റം. 6 കാർബൺ ആറ്റമുള്ള ഒരു ആൽക്കൈനിനെ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. സോ ആൽക്കൈൻ ആയതുകൊണ്ട് ആദ്യം തന്നെ മിസ് ഇതാ ട്രിപ്പിൾ ബോണ്ട് വരയ്ക്കുന്നു. ത്രിബന്ധനം വരച്ചു കൊടുക്കുന്നുണ്ട്. 1, 2, 3, 4, 5, 6. സോ ഹെക്സ് 1 നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്ന 5 കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ Pent1 ആയിരുന്നു. സോ നമ്മൾ തൊട്ടടുത്ത ആളെന്ന് പറയുമ്പോൾ ഒരു കാർബൺ ആറ്റം കൂടെ കൂടി. അപ്പൊ ഹെക്സ് 1 വരച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കംപ്ലീറ്റ് ടേബിൾ ആണ്. ഈ പട്ടിക ഒന്ന് പൂർത്തിയാക്കണം. അപ്പൊ ഒന്നാമത് IUPAC നെയിമും സ്ട്രക്ചറും തമ്മിലുള്ള പട്ടികയാണ്. ഒന്നാമത്തെ കോമ്പൗണ്ട് നോക്കിക്കേ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? OH ഗ്രൂപ്പാണ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്, ആൽക്കഹോൾ ആണ്. ആൽക്കഹോളിന് എങ്ങനെയാ പേര് കൊടുക്കുക? ആദ്യം നമ്മൾ കാർബൺ ആറ്റത്തെ എണ്ണിക്കോ. 1, 2, 3, 4 കാർബൺ ആറ്റം. 4 കാർബൺ ആറ്റമുള്ള ആൽക്കെയിനിന്റെ പേരെന്താ? ബ്യൂട്ടേൻ. പേരിന്റെ അവസാനത്തെ E ഒഴിവാക്കി പൊസിഷൻ നമ്പർ പറയണമല്ലേ. ഇവിടെ ഒന്നാമത്തെ കാർബണിനോട് ചേർന്നിട്ടാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളത്. സോ ബ്യൂട്ടാൻ 1 ഓൾ. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേരെന്ന് പറയുന്നത് ബ്യൂട്ടാൻ 1 ഓൾ ആയിരിക്കും. ഇനി അടുത്തത് ബ്യൂട്ടനോയിക് ആസിഡ്. പേര് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവന്റെ സ്ട്രക്ചർ വരയ്ക്കണം, ഘടന വരയ്ക്കണം. ബ്യൂട്ടനോയിക് ആസിഡ് ഒരു കാർബോക്സിലിക് ആസിഡ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ COOH കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ആണ്, കാർബോക്സിൽ ഗ്രൂപ്പ് ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് COOH. അപ്പോ ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 4 കാർബൺ ആറ്റം ഇൻക്ലൂഡിംഗ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉൾപ്പെടെ അവിടെ 4 കാർബൺ ആറ്റമേ വരാൻ പാടുള്ളൂ. അപ്പോ 1 CH3,
CH2 CH2 മൂന്നായേ, നാലാമത്തേത് നമ്മുടെ COOH എന്ന് പറയുന്ന കാർബോക്സിൽ ഗ്രൂപ്പാണ്. അപ്പം മക്കളെ, കാർബോക്സിൽ ഗ്രൂപ്പിനെ കൂട്ടാണ്ട് നിങ്ങൾ 4 കാർബണിനെ വരയ്ക്കരുത്. ഫങ്ഷണൽ ഗ്രൂപ്പിൽ കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതുൾപ്പെടെയാണ് IUPAC നെയിമിൽ വരിക എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തത് CH3 CHO. ഫങ്ഷണൽ ഗ്രൂപ്പ് നോക്കിക്കേ, CHO ഗ്രൂപ്പ് ആണല്ലേ. CHO ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. സോ ആൽഡിഹൈഡ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ മക്കളെ അവരാരാണ്? ആൽഡിഹൈഡുകളാണ്. ആൽഡിഹൈഡുകൾക്ക് എങ്ങനെയാ പേര് കൊടുക്കുക? ആദ്യം കാർബൺ ആറ്റത്തിനെ എണ്ണണം. 1 2 കാർബൺ ഉണ്ട്. 2 കാർബൺ ആറ്റമുള്ള ആൽക്കെയിനിന്റെ പേരെന്താ? ഈഥെയിൻ. ഇനി ആൽഡിഹൈഡ് ആയതുകൊണ്ട് പേരിന്റെ അവസാനത്തെ ഈ ഒഴിവാക്കി ആൽ എന്ന് ചേർക്കുക. അപ്പോൾ ഇവിടെയുള്ള കോമ്പൗണ്ടിന്റെ പേരാണ് എഥനാൽ. എഥനാൽ എഥനാൽ. അടുത്തത് പ്രൊപ്പനോണിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ. പ്രൊപ്പനോൺ പ്രൊപ്പനോൺ ഓൺ കീറ്റോൺ. അപ്പൊ കീറ്റോണിനെ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. പ്രൊപ്പ് എന്ന് പറയുമ്പോൾ പ്രൊപ്പ് 3 കാർബൺ ആറ്റമുള്ള കീറ്റോൺ ആണ്. സോ വേർഡ് റൂട്ട് നോക്കിയിട്ട് വേണം എപ്പോഴും സ്ട്രക്ചർ വരയ്ക്കാൻ. 3 കാർബൺ ആറ്റമുള്ള കീറ്റോൺ വരുന്നു. സോ CH3 CO CH3 ഇതായിരിക്കും നമ്മുടെ പ്രൊപ്പനോൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കീറ്റോ ഗ്രൂപ്പ് ഒരിക്കലും അറ്റത്ത് വരില്ല. ഇതൊരു ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. സംയോജകത 2 വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്. എപ്പോഴും ഇടയിലാണ് വരിക. സോ CH3 CO CH3. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം പിടിച്ചു കിടുക്കൻ ചോദ്യമാണ്. സോ ഐഡന്റിഫൈ ഐസോമർ പേഴ്സ്, റൈറ്റ് ദ ടൈപ്പ് ഓഫ് ഐസോമറിസം. ഇതില് ഐസോമർ ജോഡി കണ്ടെത്തി ഏത് തരം ഐസോമറിസം ആണെന്ന് എഴുതണം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുക. സെയിം മോളിക്കുലാർ ഫോർമുല ഉള്ളവരെ ഏത് ടൈപ്പ് ഐസോമർസ് ആണെന്ന് പിന്നെ കണ്ടുപിടിച്ചാൽ പോരെ, മതി. സോ ഓരോ കോമ്പൗണ്ടുകളുടെയും മോളിക്കുലാർ ഫോർമുല, തന്മാത്ര സൂത്രം നമുക്ക് കണ്ടുപിടിക്കാം. 1 2 3 4 4 കാർബൺ 3 5 7 10 ഹൈഡ്രജൻ. അടുത്തത് 1 2 3 4 4 കാർബൺ 3 4 6 9 10 ഹൈഡ്രജൻ 1 ഓക്സിജൻ. ഓക്കെ, അടുത്തത് നോക്കട്ടെ. 1 2 3 4 1 മിനിറ്റ് 3 4 6 9 10 ഹൈഡ്രജൻ 1 ഓക്സിജൻ. കറക്റ്റ്. ഇനി അടുത്തതായിട്ട് വരുന്നത് 1 2 3 കാർബൺ ഉണ്ട്, 3 6 ഹൈഡ്രജൻ ഉണ്ട്, അതേപോലെ 1 ഓക്സിജൻ ഉണ്ട്. അടുത്തത് 1 2 3 4 4 കാർബൺ 3 5 7 9 10 ഹൈഡ്രജൻ. നോക്കിക്കേ, 1 ഓക്സിജൻ. അടുത്തത് 1 2 3 4 കാർബൺ 3 5 7 8 ഹൈഡ്രജൻ 1 ഓക്സിജൻ. അപ്പൊ ഇതില് അല്ലെ 1 2 3 4 കാർബൺ 3 5 7 8 ഹൈഡ്രജൻ 1 ഓക്സിജൻ. സോ ഇതില് ആരൊക്കെയാണ് മക്കളെ സെയിം മോളിക്കുലാർ ഫോർമുല ഉള്ളത്? സെയിം മോളിക്കുലാർ ഫോർമുലയുള്ള 2 ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. കോമ്പൗണ്ട് 2ഉം കോമ്പൗണ്ട് 4ഉം C4H10O. അപ്പൊ എന്തായാലും അവര് 2 പേരും സെയിം മോളിക്കുലാർ ഫോർമുല ഉള്ളവരൊക്കെ ഐസോമെറിക് പെയർസ് ആണ്. അപ്പൊ നമുക്ക് പറയാം 2 and 4 ആണ് ഇവിടുത്തെ ഐസോമെറിക് പെയർസ്. ഏത് ടൈപ്പ് ഓഫ് ഐസോമർസാ? ഇവരുടെ പ്രത്യേകത ഒന്ന് നോക്കിക്കേ. 2 പേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. തന്മാത്രാ സൂത്രം ഒരുപോലെയാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരുപോലെ. എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താ വ്യത്യാസം? പൊസിഷൻ, സ്ഥാനത്തിൽ വ്യത്യാസം. നോക്കിക്കേ, ഒന്നാമത്തെ കോമ്പൗണ്ടില് രണ്ടാമത്തെ കോമ്പൗണ്ടിൽ 2ാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എങ്കിൽ നാലാമത്തെ കോമ്പൗണ്ടിൽ 1ാമത്തെ കാർബണിലാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെ. അപ്പൊ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ പൊസിഷണൽ വ്യത്യാസമുണ്ട് ഗൈസ്. സെയിം മോളിക്കുലാർ ഫോർമുല, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്. എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷണൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇവര് 2 പേരും പൊസിഷൻ ഐസോമേഴ്സ് ആണ്. ഇവര് കാണിക്കുന്ന ഐസോമറിസം എന്ന് പറയുന്നത് പൊസിഷൻ ഐസോമറിസം. ഇനി 3ാമത്തെ കോമ്പൗണ്ടിന്റെ ഐസോമറിന്റെ സ്ട്രക്ചർ എഴുതി IUPAC നെയിം എഴുതാം. 3ാമത്തെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അതാരാ? CH3 CO CH3 അല്ലെ. CH3 CO CH3 എന്ന് പറഞ്ഞാൽ പ്രൊപ്പനോൺ, അസറ്റോൺ എന്നറിയപ്പെടുന്ന പ്രൊപ്പനോൺ ആണ്. അപ്പോ ഒരു കീറ്റോണിന്റെ ഐസോമർ എപ്പോഴും ആരാ? ഒരു കീറ്റോണിന്റെ ഐസോമർ എന്ന് പറയുന്നത് മക്കളെ എപ്പോഴും കീറ്റോണിന്റെ ഐസോമർ ആൽഡിഹൈഡ് ആയിരിക്കും.
ആയിരിക്കും. 3 കാർബൺ ആറ്റമുള്ള കീറ്റോൺ ആണെങ്കിൽ 3 കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് ആണ് ഐസോമർ. അപ്പോൾ കീറ്റോൺസ് ഫങ്ഷണൽ ഐസോമർ എന്ന് പറയുന്നത് കീറ്റോണിന്റെ ഐസോമർ എന്ന് പറയുന്നത്. എന്തായാലും പ്രൊപ്പനോൺ എന്ന് പറയുന്ന ആൾക്ക് പൊസിഷൻ ഐസോമർസം കാണിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഓൾറെഡി സെന്ററിലാണ് കീറ്റോ ഗ്രൂപ്പ് ഇരിക്കുന്നത്. ഇനി കീറ്റോ ഗ്രൂപ്പിനെ എങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. പിന്നെ അവർക്ക് കാണിക്കാൻ പറ്റുന്ന ഐസോമറിസം ഫങ്ഷണൽ ഐസോമർസ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കാം, പൊസിഷൻ ഐസോമർസം പോസിബിൾ ആണെങ്കിൽ അതും ഉണ്ട്. പക്ഷെ ഇവിടെ പ്രൊപ്പനോണിന് പറ്റില്ല. അതുകൊണ്ട് ഇനി അടുത്ത കാണിക്കാൻ പറ്റുന്ന ഫങ്ഷണൽ ഐസോമർസ് ആണ്. സോ കീറ്റോണിന്റെ ഫങ്ഷണൽ ഐസോമർ എപ്പോഴും ആൽഡിഹൈഡ് ആണ്. അപ്പൊ പ്രൊപ്പനോണിന്റെ ഫങ്ഷണൽ ഐസോമർ എന്ന് പറയുന്നത് പ്രൊപ്പനാൽ, 3 കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ്. CH3 CH2 CHO എന്ന് പറയുന്ന പ്രൊപ്പനാലായിരിക്കും. IUPAC നെയിമും കൂടെ എഴുതണം കേട്ടോ. പ്രൊപ്പനാലായിരിക്കും ഇവന്റെ ഫങ്ഷണൽ ഐസോമർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. അങ്ങനെയാണ് മക്കളെ. അപ്പോൾ ലാസ്റ്റ് ആയിട്ടൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം എൻ്റെ കുട്ടികൾ കമന്റ് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു തരാം, ഏത് ടൈപ്പ് ഐസോമർസമാണ് ഇവർ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ 2 പേരുടെയും മോളിക്കുലാർ ഫോർമുല നമുക്ക് നോക്കാം. 1 2 3 4 കാർബൺ ഉണ്ട്, 3 5 7 10 ഹൈഡ്രജൻ ഉണ്ട്, 1 ഓക്സിജൻ. അടുത്ത് 1 2 3 4 4 കാർബൺ, 3 5 7 9 10 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. സെയിം മോളിക്കുലാർ ഫോർമുല. എന്നാൽ ഒന്നാമത്തെ ആള് ഒരു ഈഥർ ആണെങ്കിൽ മറ്റേ ആള് ഒരു ആൽക്കഹോൾ ആണ്. ഒരാളുടെ കയ്യിൽ ആൽക്കോക്സി ഗ്രൂപ്പും മറ്റേ ആളുടെ കയ്യിലുള്ളത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും. സെയിം മോളിക്കുലാർ ഫോർമുല, എന്നാൽ ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് ഫങ്ഷണൽ ഐസോമർ എന്നാണ് അല്ലെ. ഫങ്ഷണൽ ഐസോമർ എന്ന് പറയും. ഇനി ഒന്നാമത്തെ കോമ്പൗണ്ടിന്റെ മെറ്റാമറിന്റെ സ്ട്രക്ചർ വരയ്ക്കുക. അപ്പൊ മെറ്റാമർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. മെറ്റാമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ 2 സൈഡിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുമ്പോൾ ഉണ്ടാവുന്ന ആളാണ് മെറ്റാമർ. അപ്പൊ മെറ്റാമറിന്റെ സ്ട്രക്ചർ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഇന്നലത്തെ ക്ലാസ്സിലൊക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചതല്ലേ. അപ്പൊ എന്റെ കുട്ടികൾക്ക് ഓർമ്മയുണ്ടോ എന്ന് മിസ് നോക്കട്ടെ. തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ മക്കളെ, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, ധൈര്യമായിട്ടിരിക്കുക. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നാളത്തെ കെമിസ്ട്രി പരീക്ഷ സെറ്റാക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരു പേടിയും വേണ്ട. നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഇന്നത്തെ ലൈവിലൂടെ എല്ലാം സെറ്റാക്കിയിരിക്കും. സോ വൈകിട്ടത്തെ 7 PM ലൈവിന്റെ കാര്യം നിങ്ങൾ ആരും മറന്നു പോകണ്ട. താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് പഠിച്ചോളാം. ഓരോ മൊമെന്റും വിലപ്പെട്ടതാണ് മക്കളെ. ഓൾ ദ ബെസ്റ്റ്.